ഇന്നത്തെ ചിന്താവിഷയം: ആരാണ് പാപികൾ? ഒരു കൂട്ടം ജനങ്ങൾ പ്ലാസ്റ്റിക് ഭൂമിയുടെ അന്തകനാകുന്നു, മദ്യം വിഷമാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം അന്യന്റെ യാതൊന്നും മോഹിക്കരുത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനായി തീരണം, കോഴജ്ഞാനിയെ പൊട്ടനാക്കുന്നു എന്നിങ്ങനെയെല്ലാം പ്രസ്താവിക്കുന്നു. എന്നാൽ അവർ തന്നെ അന്യന്റെ അല്ല, സ്വന്തം സഹോദരങ്ങളുടെ ദേവാലയങ്ങൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടികൂടുന്നു. സംഭാവനയെന്ന് ഓമന പേരിട്ട് കോഴ വാങ്ങി ജോലി നൽകുന്നു. സത്യത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളിൽ ആരാണ് യഥാർത്ഥ പാപികൾ? സ്നേഹിത, നമ്മൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഇന്ന് തന്നെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടാം. ഇല്ലെങ്കിൽ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ലൂക്കോസ് 13:5 എന്ന ക്രിസ്തുമൊഴി നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും. പ്രിയരെ, ഈ ആയുസ് ദൈവത്തോട് അടുക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് കൃപയോടെ നൽകിയ ഒരു കാലഘട്ടമാണ്. എന്നിട്ടും നമ്മൾ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീരും. ആകയാൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർ 12:2